ഇന്ത്യൻ പെൺമക്കളുടെ സിന്ദൂരം മായ്ച്ചുവരെ കാലപുരി കഴിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ രാജ്യം വർദ്ധിച്ച ദേശഭക്തിയോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത തീവ്രവാദികളെ കൊന്നു ഇന്ത്യൻ ആർമി എന്ന് അമിത് ഷാ ലോക്സഭയിൽ പ്രസംഗിക്കുന്നു. അതിലെ പ്രസക്ത ഭാഗങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. മെയ് 22-ന് ഇവരെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നു. അന്നു മുതൽ തുടങ്ങിയ ഓപ്പറേഷനിലൂടെയാണ് ഇന്ത്യൻ സൈന്യം പകരം ചോദിച്ചത്. സൈന്യം, CRPF, ജമ്മു കാശ്മീർ പോലീസ് എന്നിവരുടെ സംയുക്ത ഓപ്പറേഷനിൽ അഥവാ ഓപ്പറേഷൻ മഹാദേവിലൂടെ കൊല്ലപ്പെട്ടത് സുലൈമാൻ, അഫ്ഗാനി, ജിബ്രാൻ എന്നീ 3 തീവ്രവാദികളാണ്. അക്കൂട്ടത്തിൽ സുലൈമാൻ ലഷ്കർ-ഇ-തോയ്ബയുടെ മുന്തിയ കമാൻഡറാണ്. ഇയാൾ 26 പേരെ കൂട്ടക്കുരുതി നടത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരനാണെന്ന് സുരക്ഷാ ഏജൻസികൾക്ക് തെളിവ് ലഭിച്ചിരുന്നു. അഫ്ഗാനും ജിബ്രാനും എ പട്ടികയിലുള്ള ഭീകരരാണ്. അമിത്ഷായുടെ ബാക്കിയുള്ള പ്രസംഗത്തിന്റെ ഭാഗം ഇങ്ങനെ: ബൈസരൺ താഴ്വരയിൽ നമ്മുടെ പൗരന്മാരെ കൂട്ടക്കൊല ചെയ്ത ഭീകരരുടെ കൂട്ടത്തിൽ ഈ 3 പേരും ഉണ്ടായിരുന്നുവെന്ന് പാർലമെന്റിനെയും രാജ്യത്തെയും ഞാൻ അറിയിക്കുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ഞാൻ സന്ദർശിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ് വെറും 6 ദിവസത്തിനപ്പുറം വിധവയായ യുവതിയെ കണ്ടു. ആ രംഗം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മണിക്കൂറുകൾക്കകം ഞാൻ ശ്രീനഗറിലെത്തി. അന്നു രാത്രിയും പിറ്റേന്നും സുരക്ഷാ യോഗം ചേർന്നു. ഭീകരർ പാകിസ്ഥാനിലേക്ക് കടക്കുന്നില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കി. മെയ് 22-ന് ശ്രീനഗറിനടുത്ത് ദച്ചിഗാമിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് വിവരം ലഭിച്ചു. IBയും സൈന്യവും പ്രത്യേക ഉപകരണങ്ങൾ വഴി ഭീകരരുടെ ആശയവിനിമയം പിടിച്ചെടുത്തു. ജൂലൈ 22-ന് ഭീകരരുടെ സാന്നിധ്യം മേഖലയിൽ സ്ഥിരീകരിച്ചു. തുടർന്നാണ് സംയുക്ത ഓപ്പറേഷൻ നടത്തിയത്. നമ്മുടെ നിരപരാധികളായ ജനങ്ങളെ കൊന്നവരെ ഞങ്ങൾ വകവരുത്തിയിരിക്കുന്നു. ഇവരാണ് ആ തീവ്രവാദികളെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന ചോദ്യത്തിനും അമിത്ഷായ്ക്ക് മറുപടിയുണ്ട്. അതിങ്ങനെയാണ്: പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കിയവരെ NIA നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലത്തെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട 3 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞത് അന്ന് പിടികൂടിയവരാണെന്നാണ് ഷായുടെ വിശദീകരണം. അതുകൂടാതെ പഹൽഗാമിലെ ആക്രമണ സ്ഥലത്ത് അവിടെ നിന്നും വീണ്ടെടുത്ത ബുള്ളറ്റ് ഷെല്ലുകളുടെ ഫോറൻസിക് റിപ്പോർട്ടുകൾ പരിശോധിച്ചു. ഈ 3 ഭീകരരും കൊല്ലപ്പെട്ട ശേഷം അവരുടെ റൈഫിളുകളും പിടിച്ചെടുത്തു. ഒരെണ്ണം M9-ഉം മറ്റു 2 AK-47-ഉമായിരുന്നു. ചണ്ഡീഗഡിലെ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് റൈഫിളുകൾ വിമാനത്തിൽ കയറ്റി അയച്ചു. ഈ റൈഫിളുകൾ നിറയൊഴിച്ച കാലിയായ ഷെല്ലുകൾ പഹൽഗാമിലേതുമായി ഒത്തുനോക്കി. ഈ 3 റൈഫിളുകളും പഹൽഗാമിൽ നിരപരാധികളായ നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചവയാണെന്ന് വ്യക്തമായി. സംശയത്തിന് ഒരു കാര്യവുമില്ല. എൻ്റെ കയ്യിൽ റിപ്പോർട്ടുകളുണ്ട്. 6 ശാസ്ത്രജ്ഞർ അത് പരിശോധിച്ച് സ്ഥിരീകരിച്ചതാണ്. പഹൽഗാമിൽ നിറയൊഴിച്ച വെടിയുണ്ടകളും ശ്രീനഗറിൽ ഭീകരർ നിറയൊഴിച്ച തോക്കുകളിലെ വെടിയുണ്ടകളും 100% ചേരുന്നവയാണെന്ന് വീഡിയോ കോൾ വഴി അവർ എന്നോട് വ്യക്തമാക്കി. ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് വന്നതിന് തെളിവെന്തെന്ന് ചോദിച്ച P. ചിദംബരത്തോട് എനിക്ക് പറയാനുള്ളത് ഈ 3 ഭീകരരും പാകിസ്ഥാനികളാണെന്ന് തെളിവുണ്ട് എന്നതാണ്. 3-ൽ 2 പേർക്ക് പാകിസ്ഥാൻ വോട്ടർ നമ്പറുകളുണ്ട്. പാകിസ്ഥാൻ നിർമ്മിച്ച ചോക്ലേറ്റുകൾ അവരിൽ നിന്നും ഞങ്ങൾ കണ്ടെടുത്തു. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആ 3 ഭീകരരെയും ഇന്ത്യൻ ആർമി തീർത്തു കളഞ്ഞിരിക്കുന്നു. ഇതായിരുന്നു അമിത്ഷാ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷൻ മഹാദേവിനെ സംശയിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും P. ചിദംബരവും അടക്കമുള്ള നിരവധി നേതാക്കന്മാർ സംശയം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സംസാരിക്കുന്നതിനിടയിൽ ബഹളം വയ്ക്കുന്നതിന് ഇടയിൽ അസ്വസ്ഥമായി അമിത്ഷാ പൊട്ടിത്തെറിക്കുകയുണ്ടായി. ഈ നാട്ടിലെ ഭരണാധികാരികൾ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യാതൊരു വിശ്വാസവുമില്ല. നിങ്ങൾ മറ്റു നാട്ടിലെ ആളുകൾ പറയുന്നതാണോ വിശ്വസിക്കുന്നതെന്ന് വരെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിന്റെ വാദങ്ങളിൽ സംശയം ഉന്നയിച്ച അഖിലേഷ് യാദവിനോടും അമിത്ഷാ ക്ഷോഭിക്കുന്നുണ്ട്. ഭീകരരുടെ മതത്തിന്റെ പേരിൽ വിഷമം വേണ്ടെന്ന് അഖിലേഷിനോട് അമിത്ഷാ പറയുന്നുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നും അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച ആയുധങ്ങളാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ടെന്നും ഭീകരരിൽ നിന്ന് പിടിച്ച ആയുധങ്ങൾ അർദ്ധരാത്രി പ്രത്യേക വിമാനത്തിൽ ചണ്ഡീഗഡിലെ ലാബിലെത്തി പരിശോധിപ്പിച്ചുവെന്നും അമിത്ഷാ ആവർത്തിക്കുന്നുമുണ്ട്. അവിടെ എന്തായാലും ഇന്ത്യയുടെ നെഞ്ചു തകർത്ത പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരെ ഇന്ത്യൻ ആർമി വധിച്ചിരിക്കുന്നു. അത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ മഹാദേവ് എന്നുള്ള ഏറ്റവും കൃത്യമായ മാസങ്ങൾ നീണ്ടുനിന്ന ഓപ്പറേഷനിലൂടെ അവരെ വകവരുത്തിയിരിക്കുന്നു. അവർ അന്ന് പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാണെന്ന ശാസ്ത്രീയ റിപ്പോർട്ടുകളും ലോക്സഭയിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും NIAയുടെ റിപ്പോർട്ടുകൾ അതിൽ സുതാര്യതയില്ല എന്നും അതൊന്നുമല്ല അവിടെ നടന്നതെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെയും ഒക്കെ പ്രതിപക്ഷം ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കുമ്പോൾ അമിത്ഷാ വീണ്ടും തെളിവുകൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഭാരതീയ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച
പഹൽഗാം ഭീകര കേന്ദ്രങ്ങളെ, പഹൽഗാം ഭീകരരെ, ആ തീവ്രവാദികളെ ഇന്ത്യ നാമാവശേഷമാക്കിയിരിക്കുന്നു എന്ന ഏറ്റവും ചരിത്രപ്രധാനമായ, ഏറ്റവും ഒരു ഭാരതീയന്, ഒരു ഇന്ത്യൻ പൗരന് അഭിമാനം തോന്നേണ്ടുന്ന ഒരു നിമിഷമാണ് ഇന്ന്. ആ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ത്യ പകരം ചോദിച്ചിരിക്കുന്നു, ഇന്ത്യ പ്രതികാരം ചെയ്തിരിക്കുന്നു.